അഴിമതി ആരോപണത്തെ തുടർന്ന് ഇടുക്കി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബനീഷ് ഖാന സസ്പെൻഷൻ. സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി തൊഴിലുറപ്പ് പദ്ധതിയിലും മറ്റു പദ്ധതികളിലുമായി അഴിമതി നടത്തിയത് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ വകുപ്പിന്റെ നടപടി. ചിന്നക്കനാൽ മുൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മധുസൂദൻ ഉണ്ണിത്താനെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന ബനീഷ് ഖാന് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയിരുന്നു. പഞ്ചായത്തിന്റെ പദ്ധതി അനുസരിച്ച് വാങ്ങിയവയ്ക്ക് ഈ ടെൻഡർ സ്വീകരിച്ചിരുന്നില്ല. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് പോലും കൊട്ടേഷനായിരുന്നു ക്ഷണിച്ചത്. ലഭിച്ച കൊട്ടേഷൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ, മിനി ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കൽ എന്നിവയ്ക്കായി വാങ്ങിയത് നിലവാരം കുറഞ്ഞ ഉപകരണങ്ങളാണ്. മാത്രവുമല്ല 500 രൂപ അധിക നിരക്കിലാണ് സാധനങ്ങൾ വാങ്ങിയത്. ഇത്തരത്തിൽ ഇയാൾ നടത്തിയ അഴിമതി അക്കമിട്ട് നിരത്തി പദ്ധതിയുടെ പട്ടിക സഹിതം പഞ്ചായത്ത് പ്രസിഡന്റ് MN ശ്രീകുമാർ പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ബനീഷ് ഖാനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. അതേസമയം അഴിമതി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനും അഴിമതിയിൽ പങ്കുണ്ടെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. എന്നാൽ കോൺഗ്രസിന്റെ ആരോപണം രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമെന്ന് തെളിഞ്ഞെന്നും തന്റെ പരാതിയിലാണ് നടപടിയെന്ന് ഉത്തരവിൽ വ്യക്തമാണെന്നും പ്രസിഡന്റ് MN ശ്രീകുമാർ വ്യക്തമാക്കി. കോൺഗ്രസ് ഇതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം എന്നെ സഹിതം പ്രതിയാക്കി അവിടെ വന്ന് അഴിമതികൾ നടത്തിയെന്നും പറഞ്ഞ് സമരം നടത്തുകയൊക്കെ ചെയ്തു. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ഈ പരാതികൾ കൊടുക്കുകയും നേരിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അന്വേഷണം നടത്തുകയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. തുടർ നടപടികൾക്ക് അദ്ദേഹം വിധേയനാവുകയും ഇനി ചെയ്യേണ്ടതുണ്ട്. പഞ്ചായത്തിൽ ഒരു വിധത്തിലുള്ള അഴിമതി അനുവദിക്കില്ലെന്നും പോരാട്ടം തുടരുമെന്നും ശ്രീകുമാർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.